ഇവിടെ നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. താഴോട്ടുള്ള വാക്യങ്ങളും നമുക്ക് ഇതിൻ്റെ ചേർത്ത് തന്നെ പറയേണ്ടതാണ്. സമയപരിധി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം ഈ വചനമൊന്ന് ശരിയായ വിധത്തിൽ പരിശോധിക്കാം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ചു. അപ്പോൾ സുവിശേഷ വ്യാപനത്തിൻ്റെ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനം, അതിൻ്റെ റീസൺ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൃപയാണ്. എസൻഷ്യലായൊരു വേടാത്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം, സകല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും സുശക്തമായൊരു പദമാണ് ദൈവത്തിൻ്റെ കൃപ. ആ പദമാണ് സുവിശേഷം നമുക്ക് പ്രോമിസ് ചെയ്തത്. ആ കൃപയാലത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ എന്താ? അനർഹമായൊരു പദവിയാണ്, അനർഹമായതൊന്നാണ്. അതുകൊണ്ട് അനർഹമായ അളവിൽ നമ്മോട് ദൈവം കാട്ടിയ ഔദാര്യമുണ്ടല്ലോ, ആ ഔദാര്യത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഞാനൊരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. എന്താണ് ആ കാര്യം? ദൈവത്തിൻ്റെ മനസ്സുറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ എക്സോർട്ട് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടീച്ചിങ്. അതെന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഈ രണ്ട് പദങ്ങൾ നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്ന അല്പം വിഭിന്നമാണ്. ഒന്നാമതായി, ഇത് നമ്മുടെ സൺഡേയിലോ അതല്ലെങ്കിൽ മറ്റു ഘട്ടങ്ങളിലോ നടക്കുന്ന ഒരു ആരാധനയെക്കുറിച്ചല്ല. കാരണം അതിന് ഉപയോഗിക്കേണ്ട പദം പ്രോസ്കുനിയ ആണ്, ആരാധന. ഇത് മറ്റൊരു പദമാണ്. ഞാൻ അങ്ങനെ കഠിനമായൊരു പദത്തിൻ്റെ വിശദീകരണത്തിനൊന്നും പോകുന്നില്ല. മറിച്ച് ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഷാരോൻ്റെ ഒരു CEMൻ്റെ പ്രോഗ്രാമിന് ഞാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പോയി. അപ്പോൾ ഈ പ്രാർത്ഥനയെ പറ്റിയൊക്കെ ഉള്ളൊരു ക്ലാസ് ഇങ്ങനെ എടുക്കുകയാണ്. സത്യത്തിൽ ഈ പ്രാർത്ഥനയെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ട അറിവും പ്രാപ്തിയോ ഒന്നും എനിക്കില്ല. കാരണം ഞാനൊരു പ്രയർ വാരിയറൊന്നും അല്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ കൂടെ ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ ചില ശൈലികൾ മാറ്റി, സൗണ്ടൊക്കെ മാറ്റി ഈ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമല്ലോ. സാധാരണ സംഭാഷണം വിട്ട് പ്രാർത്ഥിക്കുമല്ലോ, തൊണ്ടയൊക്കെ ഒന്ന് ഇടറി അർത്താവേ ഇങ്ങനെയൊക്കെ ആക്കുമല്ലോ. സാധാരണ സംഭാഷണത്തിൽ അതില്ല അല്ലേ? നമ്മളൊക്കെ വിളിക്കുന്ന സാധാരണ. അപ്പോൾ ഇതിനൊരു പഞ്ച് വരാൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യും അറിയില്ല. കരം പ്രയോഗിക്കേണ്ടത് അധികരം, മൃദു പ്രയോഗിക്കേണ്ടത് ഘോഷം, ഘോഷം പ്രയോഗിക്കേണ്ടത് അനുനാസികം. അത് ഇവർക്കറിയാം കൂടുതലായിട്ടല്ലേ. അനുനാസികം മൂക്കിൻ്റെ സഹായത്താൽ അല്ലേ? പാട്ടൊക്കെ നല്ല, പക്ഷേ മൂക്കുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ അനുനാസികം. അക്ഷരങ്ങൾക്കിങ്ങനെ വർഗീകരണമുണ്ട്. ക, ച, ട, ത, പ. അതാണ് കരം. അധികരമാണ് ഇക്ക, ഇച്ച, ഇട്ട. രണ്ടാമത്തെ ലൈനിൽ വരുന്നതാണ് അധികരം എന്ന് പറയും. കട്ടി കൂടും. അപ്പോൾ ഈ കരം പ്രയോഗിക്കേണ്ടത് അധികരം പ്രയോഗിച്ചാൽ കേൾക്കാനൊരു രസമുണ്ട്, പ്രസംഗത്തിനൊക്കെ ഒരു ഉണർവും ഒക്കെ ഉണ്ട് അല്ലേ? സത്യമാണത്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ ചൂടായി. ചെറുപ്പക്കാരനാ. എന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞല്ല പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു. ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കും? ഞാൻ പേടിച്ചു പോയി. അതിൻ്റെ ഒരു കാരണം, ഈ മൊത്തം മനുഷ്യരെ ആകത്തുകയിൽ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കുറച്ച് പ്രാർത്ഥിക്കുന്നത് ഉപദേശിമാരാണ്. എല്ലാവരും അല്ല കേട്ടോ, കൃപയുള്ളവരുണ്ട്. അതിൽ കുറച്ച് പ്രാർത്ഥിക്കുന്ന കൺവെൻഷൻ പ്രസംഗരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പല ന്യായീകരണമുണ്ട്. എനിക്ക് അവിടെ ആയിരുന്നു, ഇന്നലെ എനിക്ക് ഇവിടെ ആയിരുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി വെളുപ്പിനെ വന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ട്, സത്യം. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇതൊക്കെ ഒന്ന് ശാന്തമായപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യയായിട്ട് എന്തെങ്കിലും പിണക്കമാണോ? പുള്ളിക്കാരൻ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. എന്നാൽ നിങ്ങളാരും പറയുന്നതല്ലേ, എനിക്കും അത്യാവശ്യ കൃപാവരങ്ങളുണ്ടെന്ന് മനസ്സിലായൊരു ദിവസമാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സത്യമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു സൗന്ദര്യപ്പിണക്കം. അതൊന്നും അല്ല ഇല്ലല്ലോ നമ്മുടെ വിഷയം, അതൊരു വിഷയമല്ല അല്ലേ? സൗന്ദര്യപ്പിണക്കം ഏത് വീട്ടിലും അതൊക്കെ ഉണ്ടാവാത്തേ. അപ്പോൾ അതുകൊണ്ട് ഞാനും പറഞ്ഞു അതങ്ങനെ തന്നെയാണ് ഞാനും കാണുന്നുള്ളൂ, ചെറിയൊരു പ്രശ്നം. അപ്പോൾ അവർ കൂടണ്ടോ? ഇല്ല.
അവർ വീട്ടിൽ പോയില്ലേ? വീട്ടിൽ പോയി. കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അന്നേരം പുള്ളി പറയാ, ഇത്രയും ഞാൻ പറഞ്ഞ കറക്റ്റ് ഒത്തു. ഈ കുറേ കൂടെ പറയുന്നുണ്ടാവും, പക്ഷേ എനിക്ക് പ്രോഗ്രാം വന്ന അടുത്ത പ്രോഗ്രാം ഡീൽ ചെയ്യാൻ അറിയത്തില്ല വരും. അതാ, ഡയറിയൊക്കെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ മീറ്റിങ്ങും കിട്ടും, പക്ഷേ അടുത്ത പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ കൃപ പോരാ. അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അന്നേരം പുള്ളി തന്നെ അങ്ങോട്ട് കയറി പറഞ്ഞു, ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല, ഇങ്ങോട്ട് വിളിച്ചു രാവിലെ, ഈ ക്യാമ്പ് 3 ദിവസം കൊണ്ട് തീരുന്നതിന് മുമ്പ് അവർ വരും. നമ്മൾ നല്ലത്. എന്നിട്ട് ഈ ഭാര്യയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹമുണ്ടോ? എത്ര മക്കളുണ്ട്? 2. അവരോട് സ്നേഹമുണ്ടോ? സത്യം പറ. ഉണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ എത്ര നേരം സ്നേഹിക്കും? ഒരു ദിവസം എത്ര മണിക്കൂർ? ഒരു ദിവസം എത്ര മണിക്കൂറാണ് മക്കളെ സ്നേഹിക്കുന്നത്? മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് ലോങ് കണക്ഷനാണ്. അതിൽ പരിഭവമുണ്ട്, സ്നേഹമുണ്ട്, പ്രതിഷേധമുണ്ട്, സൗന്ദര്യപ്പിണക്കമുണ്ട്. ഇതെല്ലാം കൂടി യോജിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഫാമിലി, അല്ലേ? ഇതുപോലെ ആ മുകളിൽ നമുക്ക് ബന്ധം. മനസ്സിലായില്ല? ദൈവത്തോടുള്ള ബന്ധം അങ്ങനെയാണെന്ന്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഓൺലി അല്ല വർഷിപ്പ്. ഇതൊരു ലൈഫ് ലോങ് ബന്ധമാണ്. അതിന് തുടക്കമുണ്ട്, അവസാനമില്ല. അങ്ങ് പോവാ നമ്മൾ നിത്യത വരെ. ഇതാ ബന്ധമെന്ന്. അതാ പറഞ്ഞു വെച്ചേ, അങ്ങ് വരെ. ഞാൻ ആ ട്രിനിറ്റിയെക്കുറിച്ച് പറയുന്നിടത്തും ഇത് പറയാറുണ്ട്. എന്താണെന്നറിയണ്ടേ? പിതാവായ ദൈവം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ കൺവെൻഷന് വന്നെന്ന് കുട്ടിക്കൂ. ഞാൻ പഠിക്കാൻ പറയുന്നതാണ്, അങ്ങനെ സംഭവിക്കില്ല, നിങ്ങൾക്കറിയാം. അക്ഷരാർത്ഥത്തിൽ ആത്മരൂപിയായവൻ നമ്മുടെ അടുത്ത് വരില്ല. അങ്ങനെ ഈ കൺവെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? സെൻട്രൽ പാസ് ഉദ്ഘാടനം ചെയ്യുമോ? ഒരു പാട്ട് പാടുമോ? നിങ്ങൾ വരുമോ? ഭയം കാരണം വരത്തില്ലെന്ന്. ഭയം, ഭക്തി, ബഹുമാനം. കാരണം പിതാവിനോട് നമുക്ക് ബഹുമാനം, പിണക്കമൊന്നുമില്ല. ഒന്നുകൂടെ വ്യക്തമാക്കാം. കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. മക്കളെ, നിങ്ങളൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ ആദ്യം അന്വേഷിക്കേണ്ട പ്രിൻസിപ്പിൾ വരുന്നുണ്ടോയെന്നാണ്. ഇങ്ങനെ പോവല്ലോ. പിണക്കൊണ്ടായിട്ടല്ല, നമ്മുടെ ആ ഫ്രീഡം മുഴുവൻ പോയി. ക്യൂ നിന്ന് നമ്മളിതെല്ലാം കാണണം. ക്യൂ നിൽക്കുന്നത്രയും ഗതികേടുണ്ടോ ഈ പോകുന്ന പോക്കിൽ? നമ്മുടെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞും നമുക്ക് അങ്ങോട്ട് തിരിയാനൊക്കത്തില്ല, ഐസ്ക്രീം കഴിക്കാനൊക്കത്തില്ല, മിണ്ടാനൊക്കത്തില്ല. എൻ്റെ വിവരമുള്ള പ്രിൻസിപ്പൾ ടീച്ചർമാരെയൊക്കെ ഇത് ഏർപ്പെടുത്തി വിടാവുള്ളൂ. കാരണം എന്താ? കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അതിനാ, പിണങ്ങിയിട്ടല്ല. ആളിൻ്റെ ഉത്കണ്ഠ നിങ്ങളെക്കുറിച്ച് സ്ഥാപനത്തെ മുഴുവൻ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക മനുഷ്യൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ റെസ്പെക്റ്റാണ് അൺടു ഗോഡ് ദ ഫാദർ നമുക്കുള്ളത്. എന്താ? റെസ്പെക്റ്റ്. ശരിയല്ലേ? ഇനി അടുത്തത് പുത്രൻ. ഈ യോഗം കഴിഞ്ഞിട്ട് പിതാവ് പറയുക, വൈകിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. ഒരു മാനവവൽക്കരണം പറ്റുമല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പം ഞാനെന്ത് പറയും? ദൈവമേ, സ്നേഹമൊക്കെ ഉണ്ട്, വരല്. കാരണം എന്താ? നമുക്ക് വാർത്ത കാണാനൊക്കത്തില്ല, ഇലക്ഷൻ്റെ കാര്യം മിണ്ടാൻ വയ്യ, സഭാകാര്യം മിണ്ടാൻ വയ്യ, ഭയങ്കര നിശബ്ദത. ഭക്തിയും ബഹുമാനവും ആദരവും. പുത്രൻ്റെ കാര്യം എടുത്താലോ, യേശുക്രിസ്തു പറയുക, എന്ന് ഞാനുണ്ട് യോഗത്തിൽ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ മത്സരിച്ചുവിടെ വരും. എന്താ കാര്യം? യേശുവിനോട് നമുക്കുള്ളത് ബഹുമാനത്തെ കവിയുന്ന പ്രണയബദ്ധമായ സ്നേഹമാണ്, ആലിംഗനബദ്ധമായ സ്നേഹമാണ്. യേശുവുമായി പോകാൻ കഴിയാത്തൊരു പ്രൈവസി നമ്മുടെ ജീവിതത്തിലില്ല. എവരിവെയർ. ശരിയല്ലേ? അവിടുത്തോട് പറയാൻ വയ്യാത്ത ഒന്നുമില്ല. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനാണ്. സുവിശേഷത്തിൻ്റെ പ്രസക്തി മനസ്സിലായില്ലേ?
എന്തിനാണ് യേശു യുഗത്തിൽ വന്നതെന്നറിയണ്ടേ? നമ്മുടെ ഭാഷയിൽ, നമ്മുടെ അവസ്ഥയിൽ നാം പൊടിയെന്നറിഞ്ഞ് നമ്മുടെ പ്രകൃതത്തോട് അനുരൂപപ്പെടാൻ സ്ഥലകാല സീമകൾക്ക് വിധേയനല്ലാത്തവൻ സ്ഥലത്തിനും കാലത്തിനും വിധേയനായി മനുഷ്യരൂപം പൂണ്ട അവസ്ഥയാണ് സുവിശേഷം, അല്ലെങ്കിൽ യേശു ക്രിസ്തു. അങ്ങനെയാണ്. മറ്റൊരു കാര്യം അതിന് ഉദാഹരണമായിട്ട് പറയാം, എങ്കിലും ഇതിൻ്റെ പൊരുൾ കൃത്യം പിടിയിട്ടു. ഇവിടെ നല്ല പ്രായമുള്ള ആളുകൾ, അപ്പച്ചന്മാർ, ക്ഷമിക്കണം, അപ്പച്ചന്മാർക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ അപ്പനടക്കമുള്ള ആളുകൾക്ക് പൊതുവിലുള്ള ഒരു സ്വഭാവം, ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നേ? പ്രായമുള്ളവരോടാണ് പറഞ്ഞേ. ഇന്നത്തെ കാലത്ത് ഈ പ്രായമുള്ളതാരാ, കൊച്ചു പിള്ളേരാരാന്നൊന്നും അറിയില്ല. എല്ലാവരും ഈ കളറുമൊക്കെ അടിച്ച്. ഈ കളറടിക്കുന്നത് ഒരു തെറ്റല്ല, അത് ഞാൻ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. ഗോൾഡി സാറേ, പൗലോസ് ഡൈ ചെയ്യുമായിരുന്നു എൻ്റെ ഒരു കണ്ടെത്തൽ. ഐ ഡൈ എവരി ഡേ. ക്വാളിറ്റിയുള്ള സാധനമൊന്നും അവിടെ കിട്ടാത്തതുകൊണ്ട് ഐ ഡൈ എവരി ഡേ. അതാ ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഉള്ളതുകൊണ്ടൊരു ഗുണം അത്. ഞങ്ങൾ ഈ ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ആളുകൾ കൈ കിട്ടാതെ വരുമ്പോൾ നേരെ പറയും ആ ഭാഷയിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോവും. അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ചുരുക്കത്തിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ്. അതിൽ ഈ അപ്പന്മാരാണെങ്കിൽ മിണ്ടത്ത് പോലുമില്ല. നമ്മുടെ പാപ്പ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭാഗ്യവാന്മാരാ. പഴയ നമ്മുടെ അപ്പൻ എന്തൊരു മോശടനാണ്. പാസുമാരാണെങ്കിൽ പറയണ്ട, ചിരിക്കാനൊക്കത്തില്ല. ആകെപ്പാടെ പ്രയാസം, ഭയങ്കര പാട്. അതിൻ്റെ ചെറിയൊരു ലാഞ്ചന ഇന്നും വിട്ടുപോയിട്ടില്ല. എൻ്റെ മോനും ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ മോനിടയ്ക്ക് ചോദിക്കും, പപ്പ ഇന്നെങ്ങും പോകുന്നില്ലേ? എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരോട് ചോദിക്കും, ഇന്ന് പപ്പ എങ്ങും പോകുന്നില്ലേ? എൻ്റെ അർത്ഥം നമ്മളൊരു മിനിസ്റ്റർ പോയി ചെയ്തോട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, നമ്മൾ പോയിട്ട് വേണം. അവൻ ചില പദ്ധതി ഇട്ടിട്ടുണ്ട് ഇതിനാ. അല്ല, പിണക്കൊന്നും ഉണ്ടായിട്ടല്ല. ഏതാണ്ടൊരു അസൗകര്യം ഈ അപ്പനുള്ളിടത്ത് ജീവിക്കാൻ, ഏതാണ്ടൊരു ബുദ്ധിമുട്ട്. ശരിയല്ലേ? തന്നെയല്ലെന്നേ അന്നത്തെ അപ്പന്മാരുടെ രീതി. പൊതുസ്ഥലത്തിട്ട് നമ്മളെ തല്ലുക. പന്ത് കളിച്ചതിൻ്റെ പേരില്ല. പന്ത് കളിച്ചില്ല, ഇങ്ങനെ നിന്നാൽ മതി, നോക്കി നിന്നാൽ മതി. അതിന് തല്ലുക. ഞാൻ 5 പേരുടെ ഇളയതാണ്. മൂത്ത ജ്യേഷ്ഠനുണ്ട്. പുള്ളിക്കാരൻ എന്തെങ്കിലും മേടിക്കാൻ അങ്ങോട്ട് വിടും. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു വണ്ടിച്ചക്രം ഉണ്ട്, അത് മതി അന്ന്. ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ മണ്ണെണ്ണപ്പാട്ടേക്കായിട്ട് ഓടുന്നു. ഇങ്ങനെ അടിച്ചു പോവും. ഇത് കൺട്രോൾ ചെയ്യണം. ഇതിനാണ് ബ്രേക്കും ആക്സിലേറ്ററും എല്ലാം ആയിട്ട് നമ്മുടെ കയ്യിൽ ഈ വടിയാണ്. ഇപ്പുറത്ത് മണ്ണെണ്ണപ്പാട്ടാണ്. ഇതുമായിട്ടായി പോകണ്ടേ? നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരും. ഇതെന്തിനാന്ന് ചോദിക്കുകയില്ല, ഓർഡറാന്ന് തിരിച്ച്. ഇത് മറുപടി കേൾക്കാനും നിൽക്കുകയില്ല. അതിനുള്ള നേരെ ഓർക്കില്ല. ഇവരെ ചിന്ത ഇതുവഴിയൊന്നും ഇവൻ വരാൻ അർഹതപ്പെട്ട ഒരാളെ അല്ല. കാരണം ബ്രിട്ടീഷുകാർ പോയെന്ന് പറഞ്ഞാലും ഇവനിതിലൊന്നും പോകണ്ട. ഇങ്ങനത്തെ ഒരു കാലമുണ്ട്. ഇപ്പോൾ പി ടി എക്ക് അമ്മ വന്ന ഒരു തരം മയമുണ്ട്. അപ്പനാ വരുന്നതെന്നറിഞ്ഞാൽ പഴയ പി ടി എക്ക് പോകുന്ന അച്ഛന്മാരെല്ലാം എന്താ പറയുന്നത്? നമ്മളിനി എന്തോ പഠിച്ചെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഒരു ശരാശരി പഠിക്കുന്ന ആളായിരുന്നു. എന്നാലും സ്കൂളിൽ വന്നിട്ട് പറയും, നല്ല തല്ല് കൊടുത്തേക്കണം. അതാ രസം. മറ്റൊന്ന്, ഞാനൊരു ഗ്രാമീണ കർഷകൻ്റെ മകനാണ്. അത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ വാഴക്കറ പുരണ്ട ഉടുപ്പൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു കുറിയാണ്ടൊക്കെ ദേഹത്തിട്ട് നേരെ ഇഞ്ഞ് വരും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ. അത് വിട്ടിട്ട് പോവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന നമ്മുടെ സംസ്കാരമെന്ന് നമ്മൾ കരുതിയ പലതിനെയും തച്ചുടച്ചുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനത്തെ മുഴുവൻ തകർത്തുകൊണ്ട് അപ്പൻ്റെ വരവ് സംഭാഷണം വേറെ സങ്കടം കേട്ടോ. നമ്മുടെ കാലിൽ സാറ് തല്ലി 2 പാടുണ്ടെന്ന് വിചാരിച്ചു. അപ്പന് ഭയങ്കര സന്തോഷം. ഇന്നൊക്കെയാണെങ്കിൽ അകത്ത് പോകും ടീച്ചർ. വൈകിട്ട് FIR കാണാൻ ടീച്ചർ കൊച്ചിനെ തല്ലി. നമ്മളെയൊക്കെ കാലത്താണെങ്കിൽ എത്ര അകത്ത് പോയേനെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ആഘോഷം, ഒരാൾ പോലും സപ്പോർട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നേ. ഇത്രയും സ്ട്രിക്റ്റായി അപ്പൻ. ശരിയല്ലേ? ആട്ടെ, ഇങ്ങനെയുള്ള അപ്പന്മാരാ 99% അല്ലേ? ആട്ടെ, അന്നത്തെ കാലത്ത് അപ്പനോട് വിരോധം നമുക്ക് തോന്നിയിട്ടില്ലേ? യൂങ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും അപ്പനെ കൊല്ലാൻ തോന്നുമെന്നാണ്.
രീതി കണ്ടു കഴിഞ്ഞാൽ അതിനെന്തോ ആകട്ടെ. പക്ഷെ തിരിഞ്ഞിരുന്ന് 45, 50, 60 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ള നമ്മൾ തിരിഞ്ഞ് അപ്പനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പക മനസ്സിലുണ്ടോ? ഒരു വിരോധമുണ്ടോ? ഇല്ല. തല്ലിയതിൽ, വഴക്ക് പറഞ്ഞതിൽ ഇല്ല. വീട്ടിൽ ഫോട്ടോ ഉണ്ടേ, സൂട്ടിട്ടിരിക്കുന്ന അപ്പൻ്റെ. വീട്ടിൽ ചിത്രമുണ്ടേ, ഒരുങ്ങി സുമുഖനായി നിൽക്കുന്ന അപ്പൻ, അപ്പുറത്തിരിക്കുന്ന അമ്മ. അതല്ലല്ലോ ശരിക്കുള്ള അപ്പനും അമ്മയും. അമ്മയുടെ ചിത്രം, അപ്പൻ്റെ ശരിക്കുള്ള ചിത്രം എന്നറിയണ്ടേ? മുമ്പ് പറഞ്ഞ വാഴക്കറ പുരണ്ട ഉടുപ്പ് അത് ഊരിക്കൊണ്ട് എവിടെങ്കിലും ഇട്ടിട്ട് മധുരമിടാതൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മെ വളർത്താൻ വേണ്ടി പണിയെടുത്ത അപ്പൻ്റെ ഫോട്ടോ നമ്മുടെ ഒന്നും കയ്യിലില്ല. മനസ്സിലായില്ലേ? 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങ് അറബി ദേശത്തെ ഒട്ടകത്തിൻ്റെ ചവിട്ട്. ഇപ്പോഴൊക്കെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്ന ശേഷമാണ് നമുക്ക് സമ്പദ്സ്ഥിതി മാറിയത്. ഒട്ടകത്തിൻ്റെ ചവിട്ടും അറബിയുടെ തെറിയൊക്കെ കേട്ട് തല്ലി കിട്ടി. അതൊന്നും ഒരു മനുഷ്യനെയും അറിയിക്കാതെ നമ്മെ സുന്ദരനാക്കാൻ, സുമുഖനാക്കാൻ പാടുപെട്ട അപ്പനുണ്ടല്ലേ? അങ്ങനല്ലേ? അങ്ങനെയെങ്കിൽ ഈ അപ്പൻ അന്നാ കാട്ടിയ സ്ട്രിക്റ്റില്ലേ, അല്ലെങ്കിൽ അന്ന് കാട്ടിയ കാർക്കശ്യ ബുദ്ധി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് സമ്മതിക്കാൻ മടിയാ? അതേന്ന് കാശ് തന്നതിനേക്കാൾ, അപ്പൻ ഭക്ഷണം തന്നതിനേക്കാൾ വിലപിടിപ്പുള്ളതാ അപ്പൻ പറഞ്ഞു തന്ന ഈ ശാസന ഉപദേശവും നമ്മളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മറുവശം പറഞ്ഞ് ഇങ്ങനെ തീർക്കട്ടെ. ഈ അപ്പൻ്റെ സ്നേഹം അറിയുന്ന എപ്പോഴാണെന്ന് അറിയണ്ടേ? നിങ്ങൾ ജയിച്ചാലൊന്നും അപ്പന് വലിയ ആകാംക്ഷയില്ലെന്ന്. അപ്പോൾ SLC പാസ്സായി, കൊള്ളാം, അത്രേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ചാട്ടം, സന്തോഷം, ഇതെല്ലാം ഉണ്ട്. കോളേജിൽ പോവാ, അപ്പന് വലിയ ആട്ടമൊന്നുമില്ല. പക്ഷെ നിങ്ങളേ ഹയർ സ്റ്റഡിയൊക്കെ നടത്താൻ പോകുമ്പോഴേ ഫ്ലൈറ്റിലൊന്നും അല്ലല്ലോ പണ്ടത്തെ കാലം. നമ്മൾ തിരുവല്ലയിൽ ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ ഓരോരുത്തരായി കയറുന്ന കൂടെ ലാസ്റ്റ് കെട്ടിപ്പുടർന്ന് അനുജനെ ചേട്ടനെ എല്ലാം കണ്ട് യാത്ര പറയുക നമ്മളേ. അമ്മ കരയുമ്പോൾ അപ്പൻ പറയും, കരഞ്ഞൊന്നും അവനെ യാത്ര അയക്കരുത്, അവൻ ദൂരോട്ടൊന്നും അല്ലല്ലോ പോകുന്നേ, നല്ല കാര്യത്തിനല്ലേ, കരയാതെ ധൈര്യമായിട്ട് നിൽക്കും. ഒക്കെ ശരിയാണെങ്കിൽ ഈ അപ്പൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഈ ട്രെയിൻ ചലിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ അതിലിന്ന് ചുമ്മാ ഒന്ന് നോക്കണം അപ്പനെ. ആരും കാണാതെ ഒരു തുള്ളി കണ്ണീര്. നീ എന്ന് വണ്ടി കയറിയോ അന്ന് മുതൽ അപ്പൻ്റെ ഈ കണ്ണീര് വറ്റിയിട്ടില്ല. ഓരോ വൈകുന്നേരവും അപ്പൻ കാത്തിരിപ്പുണ്ട്. നീയാണോ വരുന്നത്. അതിനുശേഷം നല്ല ഉറക്കമില്ല, അതിനുശേഷം ഭക്ഷണമില്ല, അതിനുശേഷം BP കൂടിയേ, അതിനുശേഷം ഷുഗർ കൂടിയേ. കാരണം നിൻ്റെ നഷ്ടം അപ്പന് ദുഃഖമാണ്. ഏതന്യകുലത്തിൻ്റെ നഷ്ടം സ്വർഗപിതാവിന് ദുഃഖമാണ്. അത് പരിഹരിക്കുന്ന വലിയ പ്രക്രിയയ്ക്കാ തൻ്റെ പുത്രനെ ഇഹലോകത്തിലേക്ക് അയച്ചത്. ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് ട്രിനിറ്റിയുടെ ആ പൾസ് എന്താണെന്ന് മനസ്സിലാക്കണേ. പറയാം സഹോദരങ്ങളെ, ഇതേ അപ്പന് വേറൊരു സ്വഭാവമുണ്ട്, നമുക്ക് സഹിക്കാൻ ഇച്ചിരി പാട്. നമുക്കൊരു മകനോ മകളോ ഉണ്ടായി. ഈ ചെറുക്കൻ അല്ല ഈ പെണ്ണ് അപ്പനെ വരച്ച വരയിലാണ് നിർത്തുന്നത്. കണ്ടിട്ടുണ്ടോ? അത് സെൻട്രൽ പാസ് ആണെങ്കിലും കൊള്ളാം, ലോക്കൽ പാസ് ആണെങ്കിലും കൊള്ളാം. കൊച്ചു പിള്ളേർ അച്ഛനെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് അച്ഛനോട് ചോദിക്കും. പിള്ളേരോടൊന്നും ഈ കരുണ കാണിച്ചില്ല. കൊച്ചുമക്കളുടെ അടുത്ത് എത്തിയപ്പോൾ അപ്പന്മാരുടെ സകല ഗ്ലാമറും പൊളിഞ്ഞു. എന്താ കാര്യം? ഭയങ്കര ശുദ്ധവൃത്തിയുള്ള അപ്പൻ കൊച്ചു ചെറുക്കൻ കടിച്ച് ചവച്ച് തുപ്പിയ മിഠായി വല്യപ്പൻ്റെ വായിലോട്ട് തിരികെ വെക്കുന്നുണ്ടോ? തിന്നില്ലെങ്കിൽ ഒരു തല്ലൂടെ ജേക്കപ്പേ നിന്നോടാ തിന്നാൻ പറഞ്ഞു. നമുക്കിതെല്ലാം കേട്ടിട്ടൊരു ആകാഴിക. ചെറുക്കൻ എന്തോ ഈ പറയുന്നു? നിങ്ങളൊന്ന് തല്ലി നോക്കിയേ ചെറുക്കനെ ആ സമയത്ത്. അപ്പൻ സമ്മതിക്കില്ല, കൊച്ചിനെ തല്ലരുത്. മിക്ക വീട്ടിലേയും വഴക്കിതാ, ശരിയല്ലേ? നിങ്ങളൊന്ന് തല്ലി നോക്കിക്കേ. കുഞ്ഞിനെ തല്ലിയാൽ അമ്മ ഇടപെടും. കാരണം അവർക്ക് താങ്ങാൻ വയ്യ. എന്തിനാ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഭാര്യ തല്ലുമ്പോൾ എൻ്റെ അപ്പനോ അമ്മയോ കയറി ഇടപെടുന്നത്? എന്തിനാണെന്ന് അറിയണ്ടേ?
എനിക്ക് കിട്ടാതെ പോയ സ്നേഹമൊക്കെ അവർക്കറിയാം. എന്നിലൂടെ, എൻ്റെ മകനിലൂടെ എന്നെ അവർ കാണുന്നേ. സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനിലൂടെ നമ്മളെല്ലാം കാണുകയാണ്. നമ്മളെല്ലാം സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ഇതാ ദൈവത്തിൻ്റെ മനസ്സലിവ്. അപ്പൻ തല്ലിയ ഓരോ പാടും പോകുന്ന വഴിക്കൊക്കെ അപ്പനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹൃദയത്തിൽ വേദനയുണ്ട്. ആ കുഞ്ഞ് ഞാൻ തല്ലിയല്ലോ, ആ കോപം. സ്വർഗസ്ഥ പിതാവ് അങ്ങനെ അനുദപിക്കുന്നതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ മാനുഷികമായി ഒരാശയം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയണ്ടേ? ദൈവകുടുംബത്തിൽ നിന്ന് പണ്ടേ നിരാകരിക്കപ്പെട്ടു പോയ, പാപസംബന്ധമായി അകന്നുപോയ ആ മനുഷ്യനെ തിരികെ പിടിക്കാൻ ദൈവം തൻ്റെ പുത്രനെ കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ അയക്കുമ്പോൾ പുത്രനിലൂടെ നമുക്ക് കിട്ടിയ വീണ്ടെടുപ്പിൻ പ്രക്രിയ നിമിത്തം ഒരു കൊച്ചുമകൻ അങ്ങനെ ഭവനത്തിൽ ഉത്സാഹഭരിതനായി സ്വാതന്ത്ര്യചിത്തമായി ഓടിച്ചാടി കളിച്ച് അവൻ പ്രാപിച്ചെടുത്ത ആ സുഖവും ആനന്ദവുമില്ലേ, അതാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പോൾ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ ആജീവനാന്തമാണ്. ഈ കുഞ്ഞിനെ അവധിക്കൊന്ന് കൊണ്ടുപോയി നോക്കിക്കേ. കേൾവി പോകുന്നവർ കുഞ്ഞിനെ അവിടെ ചേർക്കാൻ, UK ചേർക്കാൻ അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ? നീ കുഞ്ഞ് അവരുടെ സന്തോഷം. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പറിച്ച് ഈ അപ്പൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. യോസേഫിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ ബന്യാമിനെ കുറിച്ച്. ബാലൻ്റെ ഹൃദയം അപ്പൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹൃദയംഗമായി ഇഴുകിച്ചേരലേ, ആനന്ദ നിർഭരമായ ഈ ഇഴുകിച്ചേരലേ ദൈവമായി സംജാതമാകണമെന്ന സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല. ദൈവ കുടുംബത്തിൽ നകന്നുപോയ, ദൈവ സാമീപ്യമില്ലാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്കായി ഒരുക്കിയ ജീവന്റെ രക്ഷാകരണ പദ്ധതി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇതുവരെ കിട്ടാത്ത ആ ദൈവ സാമീപ്യം, ആ ദൈവികമായ സായുജ്യം വീണ്ടെടുപ്പിന് പ്രക്രിയയായി നിങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇടപെടുവാൻ അത് ഇന്നും ശക്തമായി വന്നിരിക്കുന്നു. അതിനാ സ്വന്തം പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ച് പിതാവ് പ്രായശ്ചിത്ത ബലി പുത്രനിലൂടെ നിർവഹിച്ച് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ പറഞ്ഞു തരിക സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ്. എന്തൊക്കെയാണെങ്കിലും മനസ്സിലാക്കാൻ ഉദാഹരണത്തെ ഇങ്ങനെ ഒന്ന് പൂരിപ്പിക്കാം. കാര്യം ഇതൊക്കെ ആണെങ്കിൽ ഈ കൊച്ചു പിള്ളേരെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ പാടാ. അപ്പനും തല്ലുന്നില്ല, നമ്മളും തല്ലുന്നില്ല, നമുക്ക് തല്ലാനൊക്കത്തില്ല. ബന്ധിച്ചു അപ്പനും അമ്മയും തല്ലത്തുമില്ല. ഇതിനനുസരിച്ച് ചെറുക്കനങ്ങോട്ട് അങ്ങ് വിളഞ്ഞു വല്ലാതാവും അല്ലേ? അങ്ങനെയാ കാര്യം. കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും ചില പിള്ളേരെ കണ്ടാൽ ഇവൻ തന്നെയാണോ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന എതിർ ക്രിസ്തു നമ്മൾ സംശയിച്ചു പോകും ഇല്ലേ? വെളിപ്പാട് 13 ഇവനെപ്പറ്റി തന്നെയാണോ എന്ന് ചിലരുടെ കാര്യം നമ്മൾ സംശയിച്ചു പോകും. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിച്ചു. ഇപ്പോഴടുത്ത കാലത്തൊരു ഐഡിയ എനിക്ക് കിട്ടി. ഈ കുട്ടികൾ ഫ്രീക്കന്മാരാകുന്നതിനും ബൈബിളിൽ ഒരു തെളിവുണ്ട്. ആദ്യത്തെ ഫ്രീക്കൻ നെബൂഖദ്നേസറായിരുന്നു ബൈബിളിലെ. ഒന്നും പുതിയ കാര്യമല്ല മക്കളെ, ഞാനാരെയും ഒന്നും പറഞ്ഞല്ലോ കേട്ടോ. ചില യോഗത്തിനൊക്കെ നമ്മളിങ്ങനെ ചെന്നാൽ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല സൗന്ദര്യമുള്ള പിള്ളേരാണ്. അമ്മരെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണോ പാടുന്ന കുരങ്ങനാണോ എന്ന് തിരിച്ചറിയത്തില്ല. യമുനാപ്പിയാരി ആടിൻ്റെ താടി കണക്ക് ഒരു താടി. ഇത് കണ്ട നമ്മൾ ഈ ഡാർവിനെ ചിലപ്പോൾ ബഹുമാനിച്ചു പോകും. അതുപോലെ അതിൽ എന്തോ ഒരു കഥയുണ്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. 2 വര ഇവിടെ 2 വര ഒക്കെ ആയിട്ടാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിള്ളേർ കേസിന് പോയാൽ തീർന്നു. അപ്പോൾ ഇത്ര ഈ രൂപമൊക്കെ പണ്ട് നെബൂഖദ്നേസർ തുടങ്ങി വെച്ചാണ്. നെബൂഖദ്നേസർ പിന്നെ മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാണ്. ഞാനതിരങ്ങ ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ ഓർക്കാറുണ്ട്. നെബൂഖദ്നേസറിനെ കാണാൻ ആരെങ്കിലും വരിക, ഭാര്യ വന്നു, എന്നാ അച്ചാനെന്ന് കാണാൻ പറ്റും. അച്ചാന് ഞാൻ പിണ്ണാക്ക് കൊടുത്തിട്ട് നിൽക്കുക. കാരണം അങ്ങനെ ആയിരുന്നല്ലേ, പുളിങ്കുരു കലക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പറയാൻ ഇപ്പം ചെന്ന് ചെല്ലരുത്. കാടി കുടിക്കുമ്പോൾ അച്ഛൻ വേറെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ കാരണം മൃഗതുല്യനായിപ്പോയി. ഓരോ പോക്ക് പോകുന്ന പോക്കേ അല്ലേ. അപ്പോൾ ചെറുക്കനെ അതിര് കിടന്നിങ്ങനെ പോവും, കൺട്രോൾ നിൽക്കുകയില്ല. ശരിയല്ലേ? ദൈവകുടുംബത്തിൽ ഈ ദൈവസ്നേഹം ശിക്ഷയില്ലാതെ നമ്മളെ ലിബറലാക്കി ഉദാരമാക്കി വിട്ടൊരു കാലമാണ്. അതുകൊണ്ടാ നമ്മളൊക്കെ ഇത്രയും വിളച്ചിൽ കാണിച്ചു പോകുന്നത്. പിടികിട്ടിയോ? അങ്ങനെ അങ്ങ് പോകുന്നു പറയാൻ വരട്ടെ.
ഇതിനൊരു കൺട്രോൾ ദൈവം വെച്ചിട്ടുണ്ട്. അതും വീട്ടിൽ നിന്ന് തന്നെ പറയാം. അപ്പൻ തല്ലുന്നില്ല, പുത്രൻ ശിക്ഷിക്കുന്നില്ല, കർത്താവ് ശിക്ഷിക്കുന്നൊന്നുമില്ല. സ്നേഹമാണ് അവിടെ. പക്ഷെ മിക്ക വീട്ടിലും ചെന്നാൽ അവിടെ അപ്പൻ്റെ ഒരു അനിയൻ കാണും, അല്ലെങ്കിൽ ഒരു അമ്മാച്ചൻ കാണും, അവൻ്റെ അങ്കിള്. കക്ഷിക്ക് സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം ഇവനെയാണ്. അവനെ എടുക്കും, കൊണ്ടു കിടക്കും, ക്രിക്കറ്റ് കാണാൻ പോകും, പന്ത് കളിക്കാൻ പോകും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ പയ്യനിട്ട് നല്ല സൂപ്പർ അടി. കണ്ടിട്ടുണ്ടോ? അതേ വരുന്നു, അങ്കിൾ വരുന്നു, നീ കയറിക്കുമെന്ന് പറയുമ്പോഴേ കുളിക്കാത്ത ചെറുക്കൻ ഓടിപ്പോയി കുളിക്കുക, കുളിച്ചൊരുങ്ങി സുമുഖനായി വന്നിരിക്കുക. എന്താ കാര്യം? ആൾ സ്ട്രിക്റ്റാണ്. സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, ആൾ സ്ട്രിക്റ്റാണ്. നമുക്കിതുപോലൊരാളുണ്ട്, ഒരു കാര്യസ്ഥൻ. ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. തെറ്റിപ്പോകുമ്പോഴൊക്കെ, ദൈവസ്നേഹം മിസ്യൂസ് ചെയ്യുമ്പോഴൊക്കെ നേരാമണ്ണം നടത്താൻ, അങ്ങനെ അതിനാ നമ്മൾ ഈ ദൈവകുടുംബത്തിലേക്ക് വീണ്ടും ജനിച്ചേക്കുന്നത്. ആ വീണ്ടും ജനനത്തിൻ്റെ പ്രക്രിയയാൽ നമ്മളൊരു പുതിയ സംസ്കാരം ആർജിക്കുക, പുതിയൊരു ലൈഫ് സ്റ്റൈൽ ആർജിക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് പോകുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. ഇതിന് ലോജിക്കുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ബുദ്ധിക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോജിക്കോസ് എന്നൊരു പദമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ റീസണബിൾ ആയിരിക്കണം. ആരാധനയ്ക്ക് യുക്തിപരമായ ഒരു തലമുണ്ട്. യുക്തിപരമായൊരു പദമെന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ പ്രമാണമൊന്നും അല്ലത്. അതെന്താണ് എന്ന് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, അവിടെ ആരാധനയല്ല, സർവീസ്, വർഷിപ്പ് എന്ന അർത്ഥത്തിലുമല്ല. ആജീവനാന്തം ഈ സർവശക്തനായ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുന്ന ഒരാൾക്കുണ്ടാകേണ്ട ഒരാത്മീക വിവേകം. ആ വിവേകത്തിന് ഉപയോഗിച്ച പദം വന്നതും ലോഗോസ് എന്നൊരു റൂട്ടുവേഡിൽ നിന്നാണ്. ലോഗോസ് അർത്ഥം നിയമം, വചനം, വാക്ക്. നമുക്കറിയാമല്ലോ, ഇതാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നിയമാനുസൃതമായിരിക്കണം, ലോജിക്കലായിരിക്കണം ഈ ആരാധന എന്ന് പറയുമ്പോൾ. അത് ഒറ്റ വാക്കിൽ പറയാം, പ്രമാണബദ്ധമായിരിക്കണം ആരാധന. പ്രമാണബദ്ധമല്ലാത്തത് സ്വീകരിക്കാൻ കഴിയില്ല. ആ പ്രമാണബദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വിവരിച്ചു പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കണം. ഇത് പറയുമ്പോൾ ഒരു വസ്തുത കൂടി ചേർത്ത് പറയാനുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു 2300 കൊല്ലമൊക്കെ മുമ്പ്, 2300 അല്ലെ BC, 1000 മുതൽ 1500 മുതൽ 2300 വരെയുള്ള കാലത്ത് ഇറാനിൽ ഒരു ജനത ഉണ്ടായിരുന്നു. നാടോടികളായിരുന്നു. ഈ നാടോടികളുടെ നാട്ടിലേക്ക് ജൂതന്മാരും കയറി വന്നു. 2500 BC എന്നൊക്കെ പറഞ്ഞാൽ ജൂതന്മാർ നല്ല സംസ്കാരചിത്തരാണ്. അവർക്ക് ഏകദൈവ വിശ്വാസം, അവരുടെ വസ്ത്രധാരണം, ഭക്ഷണം, ഇതിലെല്ലാം പ്രമാണബദ്ധമായ ഒരു ജീവിതശൈലിയുള്ളവരാണ്. അവർ പണ്ടേ പ്രമാണബദ്ധരാ, അറിവുള്ളവരാ. ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നത്. പ്രകൃതി ആരാധനയില്ല. സൂര്യചന്ദ്രാദികൾ, നക്ഷത്രങ്ങളൊക്കെ പ്രകൃതി ശക്തികളാണ്. ഒഴുകുന്ന ജലം അവർക്ക് പ്രകൃതി ശക്തിയാണ്. സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവർക്ക് വിഗ്രഹമില്ല. അവർ സമാഗമന കൂടാരങ്ങളിൽ ആരാധിച്ചു വന്ന ചരിത്രവൈതൃകമുള്ളവരാ. 1000 BC എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആലയമുള്ള കാലമാണ്. അത്രത്തിൽ വികാസം പ്രാപിച്ച ഒരു ജനത. ഈ ജനതയും ഇറാനിൽ പാർത്തിരുന്നൊരു ജനതയും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായപ്പോൾ ബുദ്ധി കൊണ്ട്, ശക്തി കൊണ്ട് ഈ ഹീബ്രൂസ് അല്ലെങ്കിൽ ജൂതന്മാർ ഇറാനികളുമായി ഏറ്റുമുട്ടിയ അന്നത്തെ ഒരു പാകണായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ആ ഇറാനികൾ 2 വഴിക്ക് ഓടി. ഒരു കൂട്ടർ പോയ സ്ഥലം ജർമ്മനി. ആ ജനസിൽപ്പെട്ട ആളാണ് ഹിറ്റ്ലർ, ആര്യാസ്. ഒരു കൂട്ടർ വന്ന സ്ഥലമാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? എന്താണ് ഇവരുടെ ക്ലാഷിൻ്റെ അടിസ്ഥാനമെന്ന് അറിയണ്ടേ? അതിത്രേ ഉള്ളൂ. ജൂതന്മാർ പാർത്തിരുന്ന ഇടങ്ങളിലൊക്കെ അവിശുദ്ധങ്ങളായ സൃഷ്ടികളെ ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും ഊർവരതാ പൂജ, ഫെർട്ടിലിറ്റി കൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം വികൃതമായ ആരാധന, പശുക്കളെ, ജീവജാലങ്ങളെ, മൃഗങ്ങളെ, അതിനൊക്കെ അപ്പുറത്ത് അതിരുവിട്ട അധാർമിക ജീവിതം പോലും ആരാധനാലയം കേന്ദ്രീകരിച്ച് നടത്തുന്ന തരത്തിലെ ചില പ്രവണതകൾ അവിടെ സൃഷ്ടിക്കുകയും മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, രഹസ്യ ഭാഗങ്ങളൊക്കെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടപ്പോൾ
ജൂതന്മാർ തങ്ങളുടെ പരിസരത്തൊന്നും അത് അടുപ്പിച്ചില്ല. ഏറ്റുമുട്ടൽ ശക്തമായി. ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി എന്താ? ഇന്ത്യക്കാർക്ക് അന്നൊക്കെ നല്ല സംസ്കാരമുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന 1000 ആണ്ടുകൾ കൊണ്ട് ഇറാനിൽ നിന്ന് പഠിച്ചു വന്ന ഇത്തരം തെറ്റായ സംസ്കാരങ്ങളെ കൂട്ടിക്കുഴച്ച് ഇന്ത്യക്കാർ പണ്ട് ശീലിച്ചു പോരുന്ന രീതിയിലെ തെറ്റുകൾ കടം കൊണ്ട് ഒരു ആശയഗതി ഇവിടെ രൂപപ്പെട്ടത് ആര്യനിസം. ഒരു കൂട്ടർ പോയി ജർമ്മനി, ഒരു കൂട്ടർ ഇന്ത്യയിൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിനെ ശുദ്ധീകരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ആഹ്വാനം ഉള്ള ഒറ്റ ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി അത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ സ്ഥാപിക്കട്ടെ. ഞാൻ ഈ രാജ്യത്തെയും ഇതിൻ്റെ എല്ലാ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ്, തുറന്നു പറഞ്ഞത്. പക്ഷെ ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെങ്കിലും പണിയെടുത്ത മനുഷ്യനെ ബഹുമാനിച്ചൊരു ചരിത്രം ഇന്ത്യയിൽ എവിടെ ഉള്ളത്? ആളുകൾ വിമർശിക്കാറുണ്ട് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളെ, മൂലധന ശക്തികളുള്ള രാഷ്ട്രങ്ങളെ. അർത്ഥാൽ അമേരിക്കയെ സാമ്രാജ്യം എന്ന് വിളിക്കും, UK ഒക്കെ അങ്ങനെ വിളിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യം. തൊഴിലാളിക്ക് വിലയും നിലയുമുള്ള സ്ഥലം എവിടെ എന്നറിയണ്ടേ? ഇവിടെ തന്നെയാണ്. ശമ്പളമുള്ള അവിടെയാണ്. മുടി വെട്ടുന്നവന് ബഹുമാനമുള്ള സ്ഥലം എവിടെ? തടി മുറിക്കുന്നവന് ട്രീ സർജൻ എന്ന് വിളിക്കുന്ന സ്ഥലം എവിടെ? അവന് പണം കിട്ടും ആവശ്യത്തിന്. ഓട നന്നാക്കുന്നവനെ ബഹുമാനിക്കുന്ന സ്ഥലം എവിടെ? എന്തിനാ നിങ്ങൾ ഈ അമ്മമാരൊക്കെ ഇടയ്ക്ക് മക്കളെ നോക്കാൻ വേണ്ടി അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവിടുന്ന് തന്നെ UK പോകുന്നത്, അല്ലെങ്കിൽ US പോകുന്നതെന്ന് അറിയണ്ടേ? അവിടെ ഒരാളെ നിർത്തിയാൽ ശമ്പളം കൊടുക്കാനുള്ള ശേഷി നേഴ്സിനില്ല. പണിയെടുക്കുന്നവന് പൈസ കൊടുത്തേ പറ്റൂ. ഇത് റഷ്യയിലും ചൈനയിലും ഒന്നുമല്ല. പണിയെടുക്കുന്നവനെ ബഹുമാനിക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ രാജ്യങ്ങളിലാണ്, ഇന്ത്യയിലും അല്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെവിടെയും പണിയെടുത്തവനെ ബഹുമാനിച്ചില്ല. ഞാൻ നേരത്തെ വരേണ്ട ആളല്ലേ, പ്രസംഗരാണെങ്കിലും പാട്ടുകാർ, നമ്മളെല്ലാം നേരത്തെ അല്ലേണ്ടവരാ. ആ കൃത്യസമയത്ത് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ദാ പോകുന്ന ഒരു നാശപ്പെർമിറ്റുകാരൻ. അവൻ മുമ്പിൽ പോകുമ്പോഴേക്ക് എനിക്ക് അസഹിഷ്ണുത വന്നിട്ട് ഞാൻ കിടന്ന് അടിക്കുക, ഇവരിതും കൊണ്ട് എന്തിന്? തടി കയറ്റിക്കൊണ്ട് പോകുന്ന 3-4 ലോറികൾ ഇതുവഴി പോകുക. അവനിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു മനുഷ്യൻ വരുന്നു, ഇവൻ ഈ സമയത്ത് ഇതുവഴി വരണോ? എനിക്ക് യോത്തിന് പോകണ്ടേ? പക്ഷെങ്കിൽ ഈ നാഷണൽ പെർമിറ്റുകാരൻ കൊണ്ടുവന്നത് എന്താണെന്നറിയണ്ടേ? നിങ്ങൾക്കുള്ള അരി, നമുക്കുള്ള പലവ്യഞ്ജനം, നമുക്കുള്ള മത്സ്യം. ഇവൻ പണിയെടുത്തില്ലെങ്കിൽ തീൻമേശയിൽ വിഭവം വരില്ല. 1000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കുന്ന ഇവനോട് ചോദിക്കുക, ഇവൻ UK ഒരു മാസം 6 ലക്ഷം. പിടിയോ? ഇത് പഠിച്ചാൽ മതി. 8-10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവരുണ്ട് ബസ് ഓടിച്ച്. ഇവിടെ എന്താ ഡ്രൈവറുടെ വില, വാഹനം ഓടിക്കുന്നതിൻ്റെ വില, അധ്വാനിക്കുന്നതിൻ്റെ വില? ഈ വില എങ്ങനെ വന്നെന്നറിയണ്ടേ? നമ്മുടെ ഗുരു പണിയെടുക്കുന്നതിനെ നോക്കി ഒരിക്കലൊരു വിളി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഇങ്ങോട്ട് വരാൻ. മുക്കുവരെ, കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ആട്ടിടയന്മാരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു, വലയും പടകും വിട്ട് എന്നെ ഒന്ന് അനുഗമിക്കുക. ലോക മനുഷ്യർ മുഴുവൻ നിങ്ങളാൽ ആകർഷിക്കപ്പെടും. നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. സ്വന്തമായി ഒരു ഭാഷ, അല്ലെങ്കിൽ അരാമിക്കിനപ്പുറത്തൊരു ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാത്ത, വാഹനം സ്വന്തമില്ലാത്ത, സഞ്ചരിക്കാനൊരു കാളയോ കഴുതയോ കുതിരയോ സ്വന്തമില്ലാത്ത, ബാങ്ക് ബാലൻസ് ഇല്ലാത്ത 10-12 ആളുകളെ നിരത്തി നിർത്തിയിട്ട് പറയാ, ഭൂമിയുടെ അറ്റം വരെ ഈ സന്ദേശമായി നിങ്ങൾ പോകും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് ഈ ഗുരു പഠിപ്പിച്ചതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അന്ന് പ്രവർത്തിച്ചിറങ്ങിയ ആ സുവിശേഷകർ പ്രസംഗിച്ചത് എന്തോ അത് യാഥാർത്ഥ്യമായതുകൊണ്ട് ലോകം അനുഗ്രഹീതമായ ആത്മീക വെളിച്ചത്തിന്റെ വഴിത്താരകൾ തിരഞ്ഞെടുത്തതും ഇന്ന് കാണുന്ന ജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുമെങ്കിൽ ബുദ്ധിയുള്ള ആരാധന എന്തെന്നറിയണ്ടേ? അത് സുവിശേഷത്തിന്റെ വ്യാപനമാണ്. അത് ഏതെങ്കിലും ദൈവശക്തികളെ ആരാധിക്കുന്നതല്ല, അത് ഏതെങ്കിലും പ്രകൃതി ശക്തികളെ വണങ്ങുന്നതല്ല, അത് സൂര്യചന്ദ്രന്മാരെ വണങ്ങുന്നതല്ല, അത് രാഷ്ട്രം ഭരിക്കുന്ന ഭരണകൂടത്തെ ആരാധിക്കുന്നതല്ല. ഒറ്റ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനെന്നറിഞ്ഞുകൊണ്ട് ഉലകത്തിന്റെ നാഥന് നമസ്കാരം കൊടുക്കുന്ന, ആ നാഥനെ മാത്രം ആരാധിക്കുന്ന, അവിടുത്തെ വീണ്ടെടുപ്പിൻ പദ്ധതി അംഗീകരിക്കുന്ന അതുല്യവും അജയ്യവുമായ വഴിയെങ്കിൽ അത് തിരിച്ചറിയുന്ന നമുക്ക് ഈ സുവിശേഷത്തിന്റെ സാരാംശം പറയാ. ഇത് പരിജ്ഞാനത്തിൽ അധിഷ്ഠിതം, ഇത് വിവേകത്തിൽ അധിഷ്ഠിതം, ഇത് മാനവികതയിൽ അധിഷ്ഠിതം, ഇത് ദൈവീകം, ഇത് ആത്യന്തികം. ഈ സന്ദേശമാ ഞങ്ങൾ ഉലകത്തോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമിനെ മാറ്റിയ സന്ദേശം അത്.
ഉലകത്തെ മുഴുവൻ മാറ്റിയ സന്ദേശം അതാ. ഇനിയുമുണ്ട് ഒത്തിരി പറയാൻ. ബഹുമാന്യരെ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഒത്തിരി ചികിത്സാവിധികളുണ്ട്. അപ്പോൾ ഈ ചികിത്സാവിധികൾ വരുമ്പോൾ എല്ലാവരും എപ്പോഴും ഒരു കാര്യം ഓർക്കണം, എല്ലാ ചികിത്സകരും ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യരും നിങ്ങളൊരു ഹോമിയോ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഡോക്ടറെ ചെന്ന് കാണും. പുള്ളി ഒരു 1/4 മണിക്കൂർ പറയും സാൽബുറ്റാമോളിന് എന്തെല്ലാം കുഴപ്പമുണ്ട്. ആയുർവേദം ഇതൊക്കെ തന്നെ പറയും. പിന്നെ കുറേ സംഗതികളുണ്ട്. ഇവിടെല്ലാം നമ്മൾ പോയി ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ടെസ്റ്റിമോണിയലാണ്, സയൻറ്റിഫിക്കലല്ല. ഇതിന് സൗഖ്യമൊക്കെ കിട്ടിക്കാണും, ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ ചികിത്സയുടെ ഒക്കെ പ്രശ്നം കേൾക്കണമായിരുന്നു. ആയുർവേദം പണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കെ ഇതെല്ലാവർക്കും പ്രാപ്യമല്ല. ഇത് ചെയ്യുന്ന ആളൊരു ബ്രാഹ്മണോ നമ്പൂതിരിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കും. താഴെത്തട്ടിലുള്ള ആളുകൾ അകലം പാലിച്ച് നിൽക്കണം. OBC-കൾ നിൽക്കേണ്ടത് 32 അടി അകലം, SC നിൽക്കേണ്ട 64 അടി അകലം, നായാടികൾ എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്, അവ നിൽക്കുന്നത് 90 അടി അകലം. രോഗിയും ഡോക്ടറും തമ്മിലുള്ള അകലമാണ്. എന്നിട്ട് ഡോക്ടർ പറയും കിഴുകാനെല്ലി വേരോടെ എടുത്ത് ആട്ടിൻപാലിൽ കലക്കി നാഴികയും വിനാഴികയും എല്ലാം പറയും. ഇത് വേണ്ടി വന്ന രോലെ കുറിച്ച് കൊടുക്കും. ഇയാളിതോടെ പോയി പറിക്കും. അത് അതിൻ്റെ ഒരു സാഹിത്യ ഭാഷയുണ്ട്. കൂശ്മാണ്ഡ രസായനം എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നത്. കുമ്പളങ്ങ ഉണ്ടാക്കുന്ന സാധനമാണ്. കുമ്പളങ്ങ എന്ന് പറയില്ല, കൂശ്മാണ്ഡം എന്ന് മാത്രമേ പറയുള്ളൂ. ഇതെല്ലാം പോയി സംഘടിപ്പിക്കാൻ പറയും. ഇയാളിതും വലിച്ചെറിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നൊരു ഒറ്റ പരിപാടിയാണ്, മന്ത്രവാദിയെ കാണാൻ പോകും. അതിന് ആ മരുന്നും മന്ത്രവും അത് കണക്റ്റഡായിട്ട് വന്നത് ആ പ്രയോഗം തന്നെ. അങ്ങനെ മന്ത്രവാദി ഏതാണ്ടൊക്കെ കാണിച്ചും സൗഖ്യമായ കഥകളുണ്ടല്ലേ. അങ്ങനെയാണ്. എന്നെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മന്ത്രവാദിയുടെ അടുത്ത്. കാരണം ഞങ്ങളൊക്കെ ഈ വനത്തിലാണ് ജനിച്ചോളാം. ഒരു സൈഡ് മുഴുവൻ 10,000 ഏക്കർ റബ്ബർ തോട്ടം. എൻ്റെ അല്ല, KP ഒന്നാൻ്റെയാണ്. കേട്ടാൽ അവർക്ക് ഇത്രയും തോട്ടം, പേര് പോലെ ഇത്രയും തോട്ടമൊക്കെ അല്ലേ. അത് നിങ്ങൾ പേടിക്കാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം, അതിനകത്തൊരു പഞ്ചതീർത്ഥ കുളത്തിലാണ് ഞാൻ സ്ഥാനപ്പെടുന്നത്. ഇപ്പോഴാണ് അങ്ങോട്ട് കയറ്റുകയില്ല, ഓടിക്കും. ഇത് ലൈവ് പോകുന്നുണ്ടല്ലേ അമ്പള. ഇനി ഇതിപ്പരമൊന്നും എനിക്ക് വരാനില്ല, പോട്ടെ. അപ്പോൾ അവിടെ ഇപ്പോൾ എയർപോർട്ട് വരുന്നത്, അതിൻ്റെ അപ്പുറത്ത് വനം തുടങ്ങുക, തേക്കടി വരെ വ്യാപിച്ച് കിടക്കുന്ന വനം. ഇതിൻ്റെ അകത്ത് നമ്മൾ താമസിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ നമ്മളെടുത്തുകൊണ്ട് അപ്പുറത്ത് ഒരു മന്ത്രവാദിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പുള്ളി പനിയാന്നൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഏതാണ്ടെല്ലാം അടുത്ത് ബിംബോം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേഹത്തേക്ക് ഈ സംഗതി തട്ടിവിടും. മാറിയെന്ന് അവർ പറയും. മാറി, നമ്മളും വന്നു. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. എന്തിനാ പറഞ്ഞേ? ഇങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളൊരു കാഴ്ച കണ്ടു. സായിപ്പ് വന്ന് കുതിര വണ്ടിയിൽ ഇറങ്ങുന്നു. അതിലൊരു ബാഗ്, കൂടെ ഒരു നേഴ്സ് പെണ്ണ്, അപ്പുറത്തൊരു സഹായി, ചിലപ്പോൾ പുള്ളിയുടെ ഭാര്യയായിരിക്കും കൂടെ ഒരാൾ. അവർ ഈ തെർമോമീറ്ററും സ്റ്റെതസ്കോപ്പും ഒക്കെ കയ്യിലുണ്ട്. ബാഗിനകത്ത് മരുന്നുമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചാടി ഇറങ്ങി. നമ്മൾ രോഗികളിങ്ങനെ അകന്നകന്ന് പോവാ. പുള്ളി പറഞ്ഞു ഇവിടെ വാ. അവരിങ്ങോട്ട് വരുന്നു. ഈ പെണ്ണ് ഈ തെർമോമീറ്റർ കൊണ്ട് നമ്മുടെ പനിയൊക്കെ പരിശോധിക്കുന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, അടയാളപ്പെടുത്തുന്നു. ഇദ്ദേഹം വന്ന് നമ്മളെ കൊണ്ട് നിർത്തി നെഞ്ചിലും പുറത്തുമൊക്കെ ഈ സ്റ്റെതസ്കോപ്പ് മുട്ടിക്കുന്നു. അങ്ങോട്ട് മാറി നിന്ന് എഴുതുന്നു. അപ്പുറത്തൊരാൾ മരുന്ന് മിക്സ് ചെയ്യുന്നു. അങ്ങനെ ഈ കോമ്പൗണ്ടേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ആൾ, ഇപ്പോൾ ആ തൊഴിലില്ല, ഇതെല്ലാം അവിടെ തരുന്നു. നമ്മളിത് മേടിച്ച് കുടിക്കുന്നു, ഒരു ഗുളിക വാങ്ങുന്നു, കഴിക്കുന്നു, പോന്നു. ഈ സ്റ്റെതസ്കോപ്പിനും ഈ തെർമോമീറ്ററിനൊരു പ്രത്യേകതയുണ്ട്. ഈ തെർമോമീറ്റർ ആ സംഗതി നമ്മുടെ ഒരൽപ്പം ഡെറ്റോളും എല്ലാം വെച്ചൊക്കെ ഒന്ന് കഴിവുമെങ്കിലും ഈ സ്റ്റെതസ്കോപ്പ് അങ്ങനല്ല. ഒറ്റ സ്റ്റെതസ്കോപ്പ് കൊണ്ട് നമ്പൂതിരിയും നായാടിയും ക്രിസ്ത്യാനിയും ദലിതനെ ആദിവാസി എല്ലാം പുള്ളി തൊട്ടു. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ജാതി മാറ്റാൻ ശ്രമിച്ച ഉപകരണത്തിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്, അസ്പർശ്യത. ഇത് കൊണ്ടുവന്നത് നമ്മളാണ് അവിടുന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ ക്രിസ്തീയമാണ്. അതുകൊണ്ട് ആ ഹോമിയോക്കാരൻ വന്നാലും ആര് വന്നാലും ഇതിൻ്റെ കുഴപ്പം കൂടുതൽ തട്ടുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ചിലവ് കുറഞ്ഞ ചികിത്സ ഇതാ. സന്തോഷമില്ല? മനസ്സിലായി? ഇതൊക്കെ നമ്മളാണെന്ന് ആധുനികത. വെളിച്ചം ലോകത്തിന് കൊടുത്ത നമ്മളാണെന്ന് ഈ എനർജി, ഈ കാണുന്ന ലൈറ്റ്. നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ
സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, ഇതൊക്കെ വേണമെന്ന് പറയും. ഞങ്ങളുടെ സംവാദത്തിൽ കണ്ടു കാണും. ഞാനൊരിക്കൽ ഇവരോട് ചോദിച്ചു, നിരീശ്വരന്മാരായ ആളോട് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ കുറേ ആളുകളുടെ പേര് പറയാം. മൈക്കൽ ഫാരഡേ, മേരി ക്യൂറി, പിയറി ക്യൂറി, റൈറ്റ് സഹോദരന്മാർ നമുക്കറിയാമല്ലോ. അതുപോലെ ആഡം സ്മിത്ത്, ഐസക് ന്യൂട്ടൺ, ഇങ്ങനൊരു 100 പേരുടെ പേരും കണ്ടുപിടുത്തമൊക്കെ നിങ്ങൾക്കറിയാം. 10 നിരീശ്വരന്മാരുടെ പേര് പറഞ്ഞേ, പറയാമോ? എന്നിട്ട് ഇവരാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ന്യൂട്ടനെ പറ്റി പറയാനുണ്ട്. ന്യൂട്ടൻ ചുമ്മാ അതൊരു ശാസ്ത്രജ്ഞനല്ല. സർ ഐസക് ന്യൂട്ടൻ രക്ഷാനിർണയം പ്രാപിച്ച് യേശുവിൻ്റെ പുനരാഗമനം കാത്തിരുന്ന ഒരു ദൈവോയിതലാണ്. ശാസ്ത്രം പഠിക്കാൻ എടുത്ത സമയത്തേക്കാൾ കൂടുതൽ ബൈബിൾ പഠിച്ച മനുഷ്യനാണ്. ബൈബിളിലെ ദാനിയേൽ വെളിപ്പാട് പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം അപ്പോക്കലിപ്സിസ് എൻ്റെ പക്കലുണ്ടൊരു കോപ്പി. എൻ്റെ പക്കലുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല, ആ തെളിവിൻ്റെ കൃത്യതയ്ക്ക് പറഞ്ഞതാണ്. അത്ര കൃത്യം ബൈബിൾ പഠിക്കുന്ന ആളാണ്, പ്രതിഭാശാലി. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെയുള്ള സംവാദങ്ങളിലും സംഭാഷണങ്ങളിലും ഒക്കെ ഇടപെട്ട് പോകുമ്പോൾ അദ്ദേഹത്തൊരു വെറുപ്പ് തോന്നിയ ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷമം പിടിച്ച ഒരു ഗണിത പ്രശ്നം എഴുതി, 3-4 പേജുണ്ട്. ഇത്ര എഴുതിയിട്ട് പറഞ്ഞു, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ ന്യൂട്ടന് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മാത്തമാറ്റീഷ്യൻ എന്ന് ഞാൻ അംഗീകരിക്കൂ, ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതി വിട്ടു. 1 മാസം കൊടുത്തു. ഇത് ന്യൂട്ടൻ പരിശോധിച്ചു. ഈ 1 മാസം കൊടുത്ത പ്രോബ്ലം ചെയ്യാൻ ന്യൂട്ടന് വേണ്ടത് 2 മിനിറ്റ് മതിയായിരുന്നു. 2 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം എല്ലാം ചെയ്തിച്ച് തൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ താഴെ ഒരു ഒപ്പിട്ടിട്ട് നീയാണിത് ചെയ്തതെന്ന് പറഞ്ഞേക്കണം, ഞാൻ ആ വഴിക്ക് വരികയല്ല. ന്യൂട്ടൻ്റെ ഡ്രൈവർ ഏതാനും മണിക്കൂർക്കുള്ളിൽ മറ്റേ പുള്ളി കൊണ്ടിത് കൊടുത്തു. പുള്ളി ഇതാകെ നോക്കിയിട്ട് അമ്പരന്ന് ഈ ഡ്രൈവറെ കുറേ നേരം നോക്കി. ഒരു ചോദ്യം വരുമോ എന്നോർത്ത് ഡ്രൈവർ ഭയന്നിരിക്കെ ഇതിൻ്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിച്ച ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഗ്രീക്കിൽ ഇങ്ങനായിരുന്നു, താങ്കും അങ്ക്വേ ലിയോണം. മാത്തമാറ്റിക്സും ഇതൊക്കെ പഠിച്ചവർക്കറിയാം. അതിൻ്റെ അർത്ഥം അറിയാം, ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ട്. സിംഹം ആരാന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ഉള്ള സമൂഹമാണ് നമ്മൾ, മനസ്സിലായില്ലേ? അവിടെ നിന്നുകൊണ്ടാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാൻ നിരീശ്വരന്മാർ വരുന്നത്. ഈ ഗ്രന്ഥം, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ മഹനീയത ഉലകത്തോട് ഘോഷിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ തലകുനിച്ചല്ലിത് പറയേണ്ടത്. ആത്മാഭിമാന പുരസ്സരം പറയണം. ലോകത്തിൻ്റെ ആധുനികതയുടെ വെളിച്ചം നൽകിയത്, ലോകമിന്ന് കാണുന്ന അളവിലേക്ക് മാറ്റിയത് ഈ പുസ്തകമാണ്. പ്രിയരേ, നമുക്കൊരു കാര്യം അറിയാം, 1000 ആണ്ടുകൾ ലോകത്തെ ഭരിച്ച സംസ്കൃതിയാണ് അറബികൾ. ഇന്ത്യ വരെ ഭരിച്ചു മുഗളന്മാർ. 1000 വർഷം ലോകത്തെ മുഴുവൻ ഭരിച്ച അറബികൾക്ക് അറബി ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പരിമിത കാലം ലോകത്തെ ഭരിച്ച സാമ്രാജ്യ ശക്തിയാണ് ബ്രിട്ടൻ. ആ പരിമിത ശക്തി കൊണ്ട്, കാലഘട്ടം കൊണ്ട് ഇംഗ്ലീഷ് ലോകത്തിൻ്റെ ഭാഷയാക്കി മാറ്റാനും അവരിടുന്ന പാൻറ്റും അവരുടെ ഷർട്ടും അവരുടെ സൂട്ടും അവരുടെ ടൈയും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ സംസ്കാര ചിത്ര ലോകത്ത് വ്യാപരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുപയോഗിക്കുന്ന ആ സംസ്കാരത്തെ പരോക്ഷമായി സ്വീകരിച്ചിട്ടാണ് ഇന്ന് അവരെ കുറ്റം പറയുന്നതെങ്കിൽ, ഇരുട്ട് ആണ്ടുകിടന്ന ആ ജനതയ്ക്കും വെളിച്ചം പകർന്നത് ഈ തിരുവെഴുത്തും ബൈബിളുമാണ്. അവിടുന്നാണ് ഉണർവ് പ്രസംഗം രൂപപ്പെട്ടത്, പ്രാർത്ഥനാ മനുഷ്യന്മാർ രൂപപ്പെട്ടത്. മുള്ളറെ പോലെയുള്ള പ്രാർത്ഥനാ മനുഷ്യർ, മൂടിയെപ്പോലുള്ള പ്രഭാഷകര്, നമ്മൾ അറിയുന്ന ആദരണീയനായ വില്യം കേറിയെ പോലുള്ള സുവിശേഷകന്മാര് ആ രാജ്യത്ത് രൂപപ്പെട്ട് ലോകത്തെ ഇളക്കി മറിച്ച് മാറ്റം വരുത്തിയെങ്കിൽ, ശാസ്ത്രമാകട്ടെ, സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, ലോകത്തിന്റെ ചിന്താപദ്ധതികൾ എന്തുമാകട്ടെ, അതിനെല്ലാം ബീജാഭാവം നൽകിയത് വിശുദ്ധ ബൈബിളിന്റെ ചിന്തയെങ്കിൽ, ആ ചിന്തയിൽ അധിഷ്ഠിതമായ പ്രബോധനം പ്രചോദിപ്പിച്ചതെന്താ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, റിച്വലിസ്റ്റിക്കായ മതങ്ങൾ ലോകത്തുണ്ട്. എന്ന് വെച്ചാൽ ആരാധനയ്ക്ക് വരും മുമ്പ് കുളിക്കണം, നഖം പോലും വെട്ടി വൃത്തിയാക്കണം, മരിച്ചു കഴിഞ്ഞൊരു ശവം എങ്ങനെ അടക്കണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മിക്ക മതങ്ങളിലും ഉണ്ട്. യഹൂദമതത്തിലുണ്ട്, ഹിന്ദുയിസത്തിലും ഇസ്ലാമിലും എല്ലാം ഉണ്ട്, ഇല്ലേ? ഇതൊന്നും ഇല്ലാത്തൊരു വിശ്വാസം നമ്മുടെയാ. മരിച്ചു കഴിഞ്ഞ് എങ്ങനെ അടക്കണമെന്നുണ്ടോ? ഉണ്ടോ? അത് നമ്മൾ ചെല്ലി മുതലെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ എന്നും പറഞ്ഞങ്ങ് പോവാ.
ശവം എഴുന്നേറ്റ് വന്നതല്ലാത്തൊരു ഭാഗ്യം നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പേര് അല്ലേ? എങ്ങനെ ശവം അടക്കണം, എങ്ങനെ ആരാധനയ്ക്ക് വരണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇങ്ങനെ ഡെയിലി റൊട്ടീൻ, നമ്മൾ എങ്ങനെയാണ് പല്ല് കേൾക്കേണ്ടത്, ഇതൊന്നുമില്ല എന്ന് എഴുതിയിട്ടില്ലെന്ന് അങ്ങനെ ഒരു സംഭവമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തെവിടെ ക്രിസ്ത്യാനിത്വത്തെ ഇത് പഠിപ്പിക്കേണ്ടി വന്നോ? ആരെങ്കിലും പഠിപ്പിക്കേണ്ടി വന്നോ? ഇല്ല. പരിഷ്കൃതങ്ങളായ പല എയർപോർട്ട് വഴികളിൽ നിങ്ങൾ പോക്കോ, നല്ല സുമുഖന്മാരായ ഓറഞ്ച് പോലെ നിറമുള്ള അറബി ഒരു കമ്പും കൊണ്ട് പല്ലും തെച്ചുകൊണ്ടിരുന്നതാണ്. മനസ്സിലായില്ലേ? അതുവഴി പല്ലും തെച്ചുകൊണ്ട് വരിക. പണമുണ്ട്, കോടീശ്വരനാ, രാജകുടുംബത്തിൽ പെട്ടവനാ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു കമ്പും കൊണ്ട് ഇങ്ങനെ പല്ലും തെച്ചുകൊണ്ട് നിൽക്കുക. അവിടെ നിൽക്കേണ്ടതിൻ്റെ കയ്യിൽ ഓരോ കമ്പുണ്ട് പല്ല് തേക്കാൻ. ഇതാണ് ക്രിസ്ത്യാനിറ്റി. നമുക്കിതൊന്നും എഴുതി വച്ചിട്ടില്ല, ഇതൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അറിവ് എങ്ങനെ രൂപപ്പെട്ടു വന്നത്? മാനവികതയുടെ വളർച്ചാഘട്ടങ്ങളെ എങ്ങനെ നയിക്കണമെന്ന് ഉലകത്തെ പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ചില സംസ്കാരങ്ങളും ശക്തികളുമുണ്ട്. അവർ നമ്മെ പഠിപ്പിച്ചു തന്ന പാതയിലൂടെ പുറകോട്ടല്ല, മുമ്പോട്ടാണ് നമ്മുടെ യാത്ര. അതിനാണ് ഞാൻ ആദ്യം നദികളുടെ ഒക്കെ കണക്കും കാര്യങ്ങളുമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയുള്ളൊരു കാലം നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അത് കേവലമായ ആത്മരക്ഷ കൊണ്ട് തീരുന്നൊരു കാര്യമല്ല, മറിച്ച് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യനെ മനുഷ്യനായ ഇഹലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ അവൻ്റെ ആത്മാവിനും വില കൽപ്പിച്ചുകൊണ്ട് അവനെ അതിൻ്റെ സമഗ്രതയിലെടുക്കുന്ന മഹത്തര ചിന്തയാത്. അതുകൊണ്ടാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുകയാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. അവൻ്റെ ഫുൾനെസ്സിലേക്ക്, ആ തികവിലേക്ക് അവനെ കൊണ്ടുവരാൻ നമുക്ക് മുമ്പിൽ ഒരു റോൾ മോഡൽ വെച്ച് പിതാവ്, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം, സമയത്തും. നമ്മൾ ആരോളം അധികമുണ്ടേ. ഇതാ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. ലൂക്കോസും പോലൊരു ഡോക്ടറാണല്ലോ. ഈ ഡോക്ടറുടെ ജോലി എന്താ? ഡോക്ടറുടെ ജോലി ചികിത്സ എന്ന് പറഞ്ഞ് നിർത്തണ്ട. ചികിത്സയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ഡോക്ടർ ശ്രമിക്കുന്നത് നമ്മളെ ഭൂതകാലത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക. മനസ്സിലായില്ല? ഞാനിപ്പം നിങ്ങളെന്നെ കണ്ടിട്ട് പറയുക ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്ഷീണിക്കാത്ത എൻ്റെ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ക്ഷീണിക്കാത്ത എൻ്റെ രൂപത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടെത്തിക്കുന്ന പ്രക്രിയയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഭൂതകാലത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക. ശരിയല്ലേ? ഭൂതകാലത്തേക്ക് എത്തിക്കുക. അത് ഡോക്ടർ ഇന്നുവരെ പൂർണ്ണമായി അതിൽ വിജയിച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത്? ആരോഗ്യദൃഢഗാത്രമായ ഒരവസ്ഥയിലേക്ക് നമ്മെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു റോൾ മോഡൽ തൻ്റെ മുമ്പിലുണ്ടോ? ആരെപ്പോലെ, എങ്ങനെ? ആരാണൊരു പൂർണ്ണനായ മനുഷ്യൻ? എല്ലാം തികഞ്ഞ പൂർണ്ണനായൊരു മനുഷ്യനുണ്ടോ? കർത്താവിനെ മാറ്റി നിർത്തുണ്ടോ? ഇല്ലെന്നാണോ? ഞാൻ എൻ്റെ പഠനത്തിൽ ഒരാളെ കണ്ടെത്തി, ഒരു ഇന്ത്യക്കാരനാണ്, ജസ്റ്റിസ് പരിപൂർണൻ എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടെത്തിയ അത് റിട്ടയർ ആയതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. പോട്ടെ, ഇല്ല കളി അങ്ങ് മാറും. ബാക്കി നമുക്കല്ല ഏതാണ്ടൊരു കുറവുണ്ട്, ഒരു അപാകത, ഏതാണ്ടൊരു കുറവുണ്ട്. നമ്പ്യാരത് പറയുന്നുണ്ട് അല്ലേ? ലക്ഷണമൊത്തോ ഒന്നോ രണ്ടോ എന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലോ പണ്ട്. എവിടേക്കോ ഒരു കുറവ്. ആ കുറവിനെ പരിഹരിക്കാനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല. പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനകത്ത് അത് കൂടുതൽ കുളവാകുക. അതാ യൂട്യൂബൊക്കെ നോക്കി കിട്ടുന്നതെല്ലാം മേടിച്ച് കഴിച്ച് പരിഹരിക്കാനാണ് ശ്രമിച്ചേ. ഉലുവാതിന്ന് ഷുഗർ മാറ്റും, കിഡ്നി അടിച്ചു പോവും. ഇതാ വിഷയം. അവിടെ കാണുന്ന ഇലയെല്ലാം കൂടെ പറിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പാടെ മാറും, ആ കൂടെ കിഡ്നി ഫ്രീ ആയിട്ട് മാറും. ബോണസാണ്, അങ്ങ് പൊക്കോളും. പിന്നെ ഇതുണ്ടായി വരാൻ പാടാ. അതിനെ വൈദ്യനെ കാണണം. അതിനൊക്കെ സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത്. എന്തിനാ പറഞ്ഞു വെച്ചേ? അപ്പോൾ നമ്മളിന്ന് പൂർണ്ണനാക്കണം. ഇതായിരുന്നു ലൂക്കോസ് പഠിച്ച വൈദ്യശാസ്ത്രം. ഗ്രീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ നാട. അവിടെ നിന്നാണ് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പൂർവ്വ പ്ലേറ്റോ ഒക്കെ. അരിസ്റ്റോട്ടിൽ ഒരു ഡോക്ടറോടായിരുന്നു, വൈദ്യനായിരുന്നു. ഗാലൻ എന്നൊരു ഡോക്ടറുണ്ട്, ഇടി 100-ലുണ്ടായിരുന്ന ഗാലൻ. കാലൻ എന്നൊന്നും പറഞ്ഞേക്കരുത്, അങ്ങനെ ഒരു ഡോക്ടറുണ്ടെന്ന് അൽക്കുടത്തോട്ടം പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ല്. ഗാലൻ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് അവിടുന്ന് വൈദ്യശാസ്ത്രം വികാസം പ്രാപിച്ചു വന്നു. ആ സ്ഥലത്തു നിന്നാണ് നമ്മുടെ ലൂക്കോസ് വരുന്നത്. അപ്പോൾ ലൂക്കോസ് ഒരു ഡോക്ടർ ശ്രദ്ധിക്കുന്ന എന്താ? ഈ ഷൂ വിൽക്കുന്നവൻ നമ്മുടെ കാലിലേക്കായിരിക്കും നോക്കുക, നമ്മളുടെ ഷൂവിൻ്റെ ബ്രാൻഡ് എന്താ.
മുടി വെട്ടുന്ന നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് പെർഫെക്റ്റ് ആണോ, വെട്ടിയതാരാ എന്താണെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കെട്ടിടം പണിയുന്ന ആൾ ഈ കെട്ട് വൃത്തിയാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ രീതി. ഏത് പ്രൊഫഷനിൽ ഒരാൾ ഇടപെട്ടുവോ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിങ്ങനെ നോക്കും. അപ്പോൾ ഡോക്ടറുടെ മുമ്പിൽ ഒരു പൂർണ്ണനായ മനുഷ്യനെ ജീവിതത്തിൽ ഇതുവരെ ലൂക്കോസ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ ടേബിളിൽ കിടന്ന മനുഷ്യരുണ്ട്, മുറിവറ്റവരുണ്ട്, ക്ഷയരോഗികളുണ്ട്, കണ്ണു കാണാത്തവരുണ്ട്, നാനാവിധ വ്യാധി പിടിച്ചവർ ഈ വൈദ്യൻ്റെ മുമ്പിൽ വന്നിട്ടും ആ അപാകതയുള്ളവരെ, അപൂർണരെ മാത്രം കണ്ടു പരിചയപ്പെട്ടതാ. അതുകൊണ്ടേ ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. പലതരം ശരീരമുണ്ട്, വ്യത്യസ്തമാണ് അതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഊഷ്മാവ് വ്യത്യസ്തം, രോഗാണുക്കൾ വ്യത്യസ്തം, രോഗം വ്യത്യസ്തം, അത് ക്ഷീണിക്കുന്ന രീതി വ്യത്യസ്തം, നിറം വ്യത്യസ്തം, പ്രതിരോധ ശേഷി വ്യത്യസ്തം. അതുകൊണ്ട് 100,000 ശരീരങ്ങളെ കണ്ടു പരിചയിപ്പിക്കപ്പെട്ട വൈദ്യന്മാരുടെ നാട്ടിലേക്ക് പൗലോസ് എന്നൊരു മനുഷ്യൻ മാസിഡോണിയിൽ ചെന്ന് ധന്യനായ യേശുവിനെ കുറിച്ച് പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ലൂക്കോസിന് പങ്കുവച്ച സുവിശേഷത്തിൽ ഒരു വ്യക്തി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ലൂക്കോസിന് ഇതുവരെ കിട്ടാത്തൊരു സാമ്പിള് ജീവിതത്തിൽ ആദ്യം കിട്ടിയിട്ട് പറഞ്ഞു, യു ടെസ്റ്റ്, യു വാലുവേറ്റ് ഇറ്റ്, നീ ഈ സാമ്പിളൊന്ന് പരിശോധിച്ചേ. വിദഗ്ധ ഡോക്ടറുടെ പക്കലേക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നത് പോലെ യേശുവിൻ്റെ ശരീര സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു രീതി പറയുന്നത് കേട്ടോ, എൻ്റെ ഒരു വേർഷനിലാണ് പറയുന്നത്, ഇതങ്ങോട്ട് കൊടുത്തപ്പോൾ ഒന്ന് മനസ്സിലായി, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, ഉറപ്പിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മനുഷ്യനാകട്ടെ മനഃശാസ്ത്രപരമായി വിധി എഴുതി, നാമോ ദൈവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. ദൈവശാസ്ത്രപരമായി അതിന് വിചിന്തനം വന്നു, പിതാവിന് അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ തത്വചിന്തയുടെ ഒക്കെ ഒരു നാട്ടിൽ നാനാവിധ പരിശോധനാ രീതികൾ കൊണ്ട് ലൂക്കോസ് ഇങ്ങനെ പരിശോധിച്ച് പഠിച്ചപ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന വ്യതകൾ, ഭാരങ്ങൾ, മനോനിലയുടെ തകർച്ചകൾ ഇതെല്ലാം കൃത്യം അനുഭവിച്ച ഒരു സാമ്പിൾ, ചുരുക്കി പറഞ്ഞാൽ സകല രോഗങ്ങളും വ്യാപരിച്ച ഒരു സാമ്പിൾ കണ്ടു. അതാ വചനം പറയുന്നത്, സാക്ഷാലുള്ള രോഗാവസ്ഥകളെ മുഴുവൻ ഈ ശരീരത്തിൽ കാണാം. വചനം പറയുക, അവൻ പ്രാണവേദനയിലായി. എപ്പോഴാണ്? ഗത്സമനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറയുക, അവൻ പ്രാണവേദനയിലായി. അങ്ങനെ പ്രാണവേദന അവന് സംഭവിച്ചു. ഒരു മനുഷ്യനെ പൊതുസ്ഥലത്തിട്ട് ആക്ഷേപിക്കുക, അടിക്കുക, തലയിൽ മുൾക്കിരീടം വെക്കുക, ഈ നിലയങ്കി ധരിപ്പിക്കുക, പരിഹസിക്കുക, ഇങ്ങനെ അടിച്ചുളച്ച് തകർത്ത് ശാരീരിക പീഡയും മനോനിലയും തകർത്തുകൊണ്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ ഈ ശരീരം ആത്മാവിൽ ലൂക്കോസ് കണ്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഒടുക്കം ഇതിനെന്ത് സംഭവിക്കും? അടുത്ത ഘട്ടം ഫോറൻസിക്ക, ആ മണ്ഡലത്തിലേക്ക് പോകുക. ശരീരം നിർജീവമായി കഴിഞ്ഞു, പ്രാണൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വൈദ്യശാസ്ത്രത്തിൻ്റെ അവസാന ഘട്ടവുമെത്തി. നമ്മോട് ഡോക്ടർ പറയില്ലേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, തീർന്നു, അതും കഴിഞ്ഞു. അങ്ങനെ വൈദ്യൻ പറയും മുമ്പേ നമ്മുടെ ഉടയവൻ ആ ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, സകലതും പൂർത്തിയായി, എല്ലാം തീർന്നിരിക്കുന്നു, സകലതും തീർന്നു, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് വൈദ്യന് പറയാൻ അവസരം കൊടുക്കാതെ ആ മരണനിമിഷം സ്വയം ഏൽപ്പിച്ചുകൊണ്ട് മരണത്തിന് ഇതുവരെ ആരും പറയാത്ത ഒരു പൊരുൾ കൂടി പറഞ്ഞു, എൻ്റെ ആത്മാവിനെ അത് തന്നവന്റെ പക്കലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് പുത്രൻ പ്രാണനെ വെടിഞ്ഞിട്ട് ആ തിരുശരീരം ഇതാ കൊണ്ട് കല്ലറയിൽ വെച്ചു. 3 ദിവസം ഇവിടെ മുതൽ മാറി. ചീഞ്ഞഴുകേണ്ടതാ, അണുക്കൾ ഭക്ഷിക്കേണ്ടതാ, മണ്ണോട് മണ്ണ് ചേരേണ്ടതാ. ഇവിടെ വരെ ലൂക്കോസ് പഠിച്ച വൈദ്യശാസ്ത്രം കറക്റ്റ് ആണെങ്കിൽ, ലൂക്കോസ് ഇനി നീ ഗ്രന്ഥം മാറ്റണം, ഇനി ചിന്ത മാറ്റണം, ആശയം മാറ്റണം, ആത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവ് എന്താ പഠിപ്പിച്ചെന്നറിയണ്ടേ? തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ പിതാവ് സമ്മതിക്കയില്ല. ദ്രവിക്കാൻ മണ്ണിന് വിട്ടുകൊടുക്കാതെ ഉലകത്തിലെ സകല മഹാരഥന്മാരും മരണം കഴിഞ്ഞിട്ട് ആ ശരീരം മണ്ണോട് ചേർന്നെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ 25,000 മാസിഡോണിയൻ കാലാൾപ്പടകൾ, 35,000 ബാൽക്കൻ കുതിരപ്പടകൾ, അതിശക്തമായ സമ്പത്തും ആയുധവുമുള്ള മഹാനായ അലക്സാണ്ടറോടും തെരുവോരത്ത് ഭിക്ഷയാചിച്ച് മരിക്കുന്ന മനുഷ്യനോടും മരണം കാട്ടിയ നീതി ഒന്നെങ്കിൽ ആ അണുക്കൾ ഒരേ വിധത്തിൽ ചലിച്ചെങ്കിൽ അത് സമരസന്നദ്ധരായി മുമ്പോട്ട് വന്ന് ഉലകത്തെ മുഴുവൻ വിറപ്പിച്ച വീരനെയും മണ്ണിന്റെ ഭാഗമാക്കിയെങ്കിൽ ഇതാ മരിച്ചു കഴിഞ്ഞും തീരാത്ത ഒരു പോരാട്ടത്തിന് കാൽവറി അവനെ കൊണ്ടുവച്ച ആ കല്ലറ ബലിവേദിയായി തീർന്ന ഇടം ഒരുപോലെ സാക്ഷിയായി മാറിക്കൊണ്ട് മണ്ണിനോട് പടവരുന്ന ദൈവപുത്രന്റെ പ്രവൃത്തി നമുക്ക് അവിടെയും കാണാം. ഒന്നുറപ്പാക്കിക്കൊള്ളണം, ഈ തിരുശരീരത്തെ പിടിച്ചു വെക്കാൻ മണ്ണിന് സാധിക്കയില്ല. ഈ തിരുശരീരത്തെ ആക്രമിക്കാൻ ഒരു ജീവജാലങ്ങൾക്കും കഴിയുകയില്ല. ഇതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. പ്രവചന ശബ്ദങ്ങൾ കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച ഒരു വാക്സിൻ ആ ശരീരത്തിലുണ്ടേ. അവന്റെ ശരീരത്തെ കാർന്നു തിന്നാൻ
ചെയ്യുവാൻ മരണത്തിന് കഴിയുകയില്ല, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. ഇതുവരെ കണ്ട ചിന്ത അതാണെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ്രവത്വത്തിൽ വിതച്ചു, അദ്രവത്വത്തിൽ വിതയ്ക്കുന്ന ഉയരുന്ന അനുഭവത്തോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇതാ ലൂക്കോസ് തിരിച്ചറിഞ്ഞു ഒരു കാര്യം: എല്ലാം തികഞ്ഞ സമ്പൂർണനായ പൂർത്തീകരിക്കപ്പെട്ട ഒരുവനെ ഞാൻ കണ്ടെത്തി, ധന്യനായ യേശുക്രിസ്തുവെങ്കിൽ ആ ക്രിസ്തുവിനെയാണ് പൗലോസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാ, നിങ്ങളുടെ ആരാധന അർത്ഥവത്തായി തീരാൻ, ആ ശരീരത്തോട് ഏകീഭവിക്കാൻ ബുദ്ധിയുള്ള ആരാധനയായി ആ ക്രിസ്തുവിൻ ചൈതന്യം ഏറ്റുവാങ്ങി കർത്താവിനെ അനുധാവനം ചെയ്യാൻ സാധിക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ്. അതിന് കഴിയാതെ അകത്തും പുറത്തും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ പ്രതിരോധം തീർക്കുന്ന നസ്രായൻ ആ ശരീരത്തോട് തൊട്ടു ചേർത്തി നമ്മയും നിർത്തി അവൻ്റെ ശരീരത്തിന് തുല്യരാക്കി നമ്മയും രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക വാഗ്ദത്തമെങ്കിൽ ആ അനുഗ്രഹീതമായ അവസ്ഥ കരഗതമാക്കാൻ ഈ രാത്രി വചനം കേട്ട ഏവർക്കും അത്യുന്നതൻ കൃപ നൽകട്ടെ. ഈ വചനം ദേശത്തിന് വിടുതലാകട്ടെ. ഈ വചനം ദേശത്തിൻ്റെ സാക്ഷാലുള്ള രോഗത്തെ സുഖപ്പെടുത്തട്ടെ. ഈ വചനം ക്രിസ്തുവിൻ്റെ പാദാന്തിയെ ലോകം എടുത്തു വരാൻ ഹേതുവാകട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു, ഈ പന്തലിരുന്ന് വചനം കേൾക്കുന്ന ഏതൊരാളും ആ സുവിശേഷം കേട്ടവരാണ്, അറിഞ്ഞവരാണ്, സ്നാനത്താൽ അവനോട് ഏകീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ അല്ലാത്ത ഒരാളെങ്കിലും ഈ രാത്രി ഇതിനകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതാവസ്ഥകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതുമനുഷ്യനാകാൻ നിങ്ങൾക്ക് ലഭിച്ച ഒടുവിലത്തെ സന്ദർഭം ഇന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിനെ സ്വീകരിക്കൂ, ഈ കർത്തൃത്വം അംഗീകരിക്കൂ, യേശുവിനായി ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കൂ. ആ ഒരുക്കത്തോടെ പുതുക്കത്തോടെ നമുക്ക് ഈ പന്തൽ വിട്ടു മടങ്ങാൻ സർവശക്തൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച്